ആഹാ, അപ്പൊ ഈ ആളെങ്ങാനും കാഞ്ഞു പോയിരുന്നെങ്കിലോ? പണ്ട് ഇതുപോലെ തന്നെ എന്റെ പരിഞ്ഞപ്പൻ മാമോദീസയുടെ അന്ന്. ഓ, ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. ഫ്രാക്ചർ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും രീതിയിലുള്ള സർജറി ആയിക്കോട്ടെ, അവരുടെ മെന്റൽ ഹെൽത്തിനും അവരുടെ പോസിറ്റീവ് ബൂസ്റ്റിങ്ങിനും കൂടെ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു റോള് തന്നെ ഉണ്ട്, നല്ല റോളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ടത് പോലെയല്ല. ഇപ്പോൾ പേഷ്യന്റിന്റെ മകനാണ് അല്ലെ മകളാണ് സർജറിക്ക് വരുന്നതെങ്കിൽ അവർ കുറെ കാര്യങ്ങൾ നോക്കും. ഒന്ന് സർജൻ ആസ് എ സർജൻ മാത്രമല്ല, അവർ ആ ഹോസ്പിറ്റൽ നോക്കും, പിന്നെ ആ ഫാദറിന് അല്ലെ മദറിന് കിട്ടുന്ന അവിടെയുള്ള ചികിത്സകൾ നോക്കും, ഇൻക്ലൂഡിങ് അവിടെ നിന്ന് കിട്ടുന്ന ഫുഡ് വരെ നോക്കും. അതായത് എല്ലാ രീതിയിലും പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ മക്കളായിരിക്കും. സോ ഉമ്മക്കോ ഉപ്പയ്ക്കോ ഏറ്റവും കൂടുതൽ കെയർ കിട്ടുന്ന രീതിയിൽ ഇൻക്ലൂഡിങ് എല്ലാ രീതിയിലുള്ള ചികിത്സകളിലുള്ള ആ ലെവലിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ പലപ്പോഴും കെയർ ഗിവേഴ്സ് ചിലപ്പോൾ മക്കളായി കൊള്ളണമെന്നില്ല, ചിലപ്പോൾ വേറെ ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ മെയ്ഡ്സ് ആയിരിക്കാം, കെയർ ടേക്കേഴ്സ് ആയിരിക്കാം. സോ കെയർ ടേക്കേഴ്സ് ഈ കൂടെ നിന്നിട്ട് ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓൾഡ് ഏജ് ആൾക്കാർക്കുള്ള ഫ്രാക്ചർ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും രീതിയിലുള്ള സർജറി ആയിക്കോട്ടെ, അവരുടെ മെന്റൽ ഹെൽത്തിനും അവരുടെ പോസിറ്റീവ് ബൂസ്റ്റിങ്ങിനും കൂടെ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു റോള് തന്നെ ഉണ്ട്.